ഹായ് ഹലോ, ഞാൻ ജ്യോതി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പൊതിച്ചോറെന്ന് കേൾക്കുമ്പം തന്നെ മലയാളികൾക്ക് ഒരുപാട് നൊസ്റ്റുള്ള ഒരു ഐറ്റം ആയിരിക്കും. എനിക്കൊരുപാട് നൊസ്റ്റുള്ള ഒരു ഐറ്റമാണ്. കാരണം സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും അമ്മ ഒരുപാട് പൊതിച്ചോറുണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു രുചി ഇപ്പോഴും നാവിൻ തുമ്പിലുണ്ട്. പക്ഷേ ഇന്നത്തെ തലമുറയോട് പൊതിച്ചോറിൻ്റെ രുചി പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അതിൻ്റെ രുചി മനസ്സിലായെന്ന് വരില്ല. എൻ്റെ മോനൊക്കെ ആണെങ്കിൽ ഇതുവരെ പൊതിച്ചോറ് കഴിച്ചിട്ട് പോലുമില്ല. അവൻ പറയാറുണ്ട്, കോളേജിൽ പഠിക്കുന്ന ഫ്രണ്ട്സൊക്കെ പൊതിച്ചോറും കൊണ്ട് വരാറുണ്ടെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അവൻ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കാമെന്ന്. പൊതിച്ചോറുണ്ടാക്കാൻ ഇന്ന് പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ മോനങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഉള്ളതൊക്കെ വെച്ചിട്ട് ഇന്നൊരു പൊതിച്ചോറുണ്ടാക്കാമെന്ന്. ഒത്തിരി കറികളുള്ളതിലല്ലല്ലോ കാര്യം. പൊതിച്ചോറിൻ്റെ രുചിയെന്ന് വെച്ചാൽ കറി കുറവാണെന്നുണ്ടെങ്കിൽ ആ വാഴയിൽ പൊതിഞ്ഞെടുക്കുമ്പോൾ ആ ഫ്ലേവറും അതൊക്കെ അല്ലയോ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നൊരു പൊതിച്ചോറാക്കാമെന്നുള്ളതൊക്കെ വെച്ചിട്ട്. പൊതിച്ചോറുണ്ടാക്കാൻ ആദ്യം വേണ്ടത് വാഴയിലയാണല്ലോ. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം. ആദ്യമേ തന്നെ നമുക്ക് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. ആദ്യം വേണ്ടത് വാഴയില കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ചോറാണല്ലോ. അങ്ങനെ ചോറുണ്ടാക്കാനുള്ള അരിയൊക്കെ തന്നെ ആദ്യമേ തന്നെ നമുക്കങ്ങ് അടുപ്പത്തേക്ക് വെക്കാം. അതാവുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട കറിക്കുള്ളതൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനൊന്നും അരിഞ്ഞു വെച്ചിട്ടില്ല, പ്ലാൻ ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ നമുക്ക് കറിക്കുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് വെളിയിലേക്ക് വെക്കാം. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മെഴുക്ക് പുരട്ടിയും ഒരു തോരനും ഇച്ചിരി ചമ്മന്തിയും ഇച്ചിരി അച്ചാറും ഒരു മുട്ട പൊരിച്ചതും ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ പൊതിച്ചോറായല്ലോ. അങ്ങനെ ആദ്യമേ വിചാരിച്ച് മെഴുക്ക് പുരട്ടിക്കുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാവുന്നത്. 2 പൊതിച്ചോറ് മതി. കാരണം ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് മതി. അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ. അങ്ങനെ പയറൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. പയർ മെഴുക്ക് പുരട്ടി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ എല്ലാവർക്കും പയർ മെഴുക്ക് പുരട്ടി ഭയങ്കര ഇഷ്ടമാണ്. അതും അതിനകത്ത് ഈ തേങ്ങാക്കൊത്തൊക്കെ ചേർക്കുന്നത് ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അതിനുശേഷം നമുക്ക് പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇവിടെ എല്ലാവർക്കും മെഴുക്ക് പുരട്ടിയിൽ ഏറ്റവും ഇഷ്ടമുള്ളതാണ് പയർ, കോവയ്ക്ക, ഇതൊക്കെ. അങ്ങനെ നമ്മൾ പുരട്ടിക്കുള്ള പയറൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരനിലേക്ക് വേണ്ട ബീട്രൂട്ടൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ബീട്രൂട്ട് തോരൻ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമുള്ളതൊന്നുമല്ല. എങ്കിലും തോരനായിട്ട് എന്തെങ്കിലും വെക്കണ്ടേ. അപ്പോൾ വേറെ ഒന്നും ഇരിപ്പില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ബീട്രൂട്ട് തന്നെ വയ്ക്കാവുന്നു. അപ്പോഴേക്കും നമ്മുടെ ചോറിൻ്റെ ആവി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിസിലൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ തോരനൊക്കെ ഉള്ളതൊന്ന് അരിഞ്ഞെടുക്കുകയാണ്. ഞാൻ തോരനൊക്കെ ഉള്ളത് അരിഞ്ഞെടുക്കുന്നത് ഈ മിക്സിയുടെ ഈ ഫുഡ് പ്രോസസ്സറില്ലേ, അതിനകത്താണ് ഞാൻ ഈ തോരനൊക്കെ ഉള്ളത് അരിഞ്ഞെടുക്കുന്നത്. അതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാമല്ലോ. 1 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ ബീട്രൂട്ടും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ തോരനും മെഴുക്ക് പുരട്ടിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരനിലേക്ക് വേണ്ട സവാളയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ സവാളയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി മെഴുക്ക് പുരട്ടിയിലേക്ക് വേണ്ട തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്താൽ. അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ പോയി ഇത്തിരി കറിവേപ്പില പൊട്ടിച്ചുകൊണ്ട് വന്ന്
ഇനി നമുക്ക് മെഴുക്ക് പുരട്ടി അങ്ങ് റെഡിയാക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കുക. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുക. അതാവുന്ന സമയം കൊണ്ട് നമുക്ക് തോരനും ചമ്മന്തിക്കും വേണ്ട തേങ്ങയ്ക്ക് ഒന്ന് തിരുമ്മിയെടുക്കാം. അങ്ങനെ തേങ്ങയ്ക്ക് ഒന്ന് തിരുമ്മിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പയറൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് അരമുറി സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക്, അതായത് ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുക. ക്രഷ്ഡ് ചില്ലിയും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പയർ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ ചോറും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാം. ഒരു ചട്ടി വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് 1 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. സവാളയൊന്ന് ചെറുതായി മൂത്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളകും ചേർത്തൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് 1.5 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ബീട്രൂട്ടും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് തോരൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പൊതിച്ചോറിലേക്ക് വേണ്ട ചമ്മന്തി തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 പിടി തേങ്ങ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറിയ വലിപ്പത്തിൽ പുളി, അതായത് പിഴുപുളി, 4-5 കൊച്ചുള്ളി, 1 പച്ചമുളക്, അത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, ഒരു ചെറിയ പീസ് ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില എന്നിവ ചേർത്തിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ ഉരുട്ടി എടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തോരനും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് മീനൂടി ഒന്ന് വറുത്തെടുക്കാം. മീൻ മസാല പുരട്ടിയത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. സാധാരണ പൊതിച്ചോറിന് ഈ ചെറിയ മീന അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസൊക്കെയാണ് സാധാരണ വെച്ച് കൊടുക്കുന്നത്. ഇത് നമുക്ക് പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു മസാല പുരട്ടിയിരുന്ന മീനെ ഞാനങ്ങ് വറുത്തെടുത്തതേ ഉള്ളൂ. അത് വറുക്കാനിട്ടതിന് ശേഷം നമുക്ക് മുട്ട കൂടി ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട പൊരിക്കാൻ എപ്പോഴും കൊച്ചുള്ളി ചേർത്ത് പൊരിക്കുന്നതായിരിക്കും ടേസ്റ്റ് കൂടുതൽ, സവാളയൊക്കെയായി. അപ്പോഴേക്കും നമ്മുടെ മീൻ്റെ ഒരു വശമൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുട്ടയും കൂടി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് കൊണ്ട് ഞാൻ 2 മുട്ട പൊരിച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒറ്റ മുട്ടയായിട്ട് പൊരിച്ചിട്ട് 2ആയിട്ട് മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ 2ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു.
ഇനി നമുക്ക് പോയി വാഴയില വെട്ടിയിട്ട് വരാം. അങ്ങനെ വാഴയിലയൊക്കെ ഒന്ന് മുറിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. വാഴയിലൊന്നും വലുതായിട്ട് അഴുക്കില്ല, കാരണം ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ. അത് കാരണം വലിയ അഴുക്കില്ല, എങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് വാഴയിലേക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് വാട്ടിയെടുക്കണം, അല്ലെങ്കിൽ പൊതിച്ചോറ് പൊതിയുമ്പോൾ അത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമുക്കത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നടുക്കലത്തെ നാമ്പൊക്കെയുള്ള ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ വാഴയിലയും നമ്മുടെ പൊതിച്ചോറ് പൊതിയാനുള്ള എല്ലാ സാധനങ്ങളും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് പൊതിച്ചോറ് പൊതിഞ്ഞെടുക്കാം. ഒരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് വാട്ടി വെച്ചിരിക്കുന്ന വാഴയില വെച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല ചൂടുള്ള ചോറിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴേ അതിനകത്ത് ആ ചൂട് കൊണ്ടിട്ട് വാഴയിലയുടെ ഫ്ലേവറും ഒക്കെ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. അതിന് ശേഷം നമുക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചോറൊക്കെ നന്നായിട്ട് ഒതുങ്ങിയിരുന്നോളൂ. അതിൻ്റെ പുറത്തേക്ക് കറി വെച്ച് കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ഒതുങ്ങിയിരുന്നോളൂ. അങ്ങനെ ചോറിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യമേ മെഴുക്ക് പുരട്ടി വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് തോരൻ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മീൻ വറുത്തതും വെച്ച് കൊടുക്കാം. അതിന് ശേഷം പിന്നെ ഞാൻ ഒരു പീസ് നാരങ്ങാച്ചാറോട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നാരങ്ങാച്ചാറാണ് എടുത്തിട്ടുള്ളത്. ചിലർ മാങ്ങാച്ചാറും വയ്ക്കും. ഇവിടെ നാരങ്ങാച്ചാറേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ നാരങ്ങാച്ചാറാണ് വെച്ച് കൊടുത്തത്. അതിന് ശേഷം മുട്ട പൊരിച്ചതും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വാഴയില നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് ഫോൾഡ് ചെയ്യണം. അതിനുശേഷം അത് നമുക്ക് പേപ്പറിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. എപ്പോഴും പൊതിച്ചോറുണ്ടാക്കുമ്പം അത് കഴിക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും അത് പൊതിഞ്ഞ് വെക്കണം. എന്നാലേ അതിനകത്തോട്ട് നന്നായിട്ട് ആ വാഴയിലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ട് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും പൊതിച്ചോറ് റെഡിയാക്കി പൊതിഞ്ഞ് വെക്കണം. 2 മണിക്കൂർ മുമ്പെങ്കിലും. ഞാനിവിടെ ഒരു 11:30 ആയപ്പോഴത്തേക്കിനും നമ്മുടെ പൊതിച്ചോറൊക്കെ റെഡിയാക്കി പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പൊതിയൊക്കെ രണ്ടും കെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം എൻ്റെ മറ്റു പണികളെല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനൊരു 1:30 ആയപ്പോഴാണ് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പൊതിച്ചോറൊന്ന് തുറന്ന് നോക്കാം. മോനവൻ കഴിച്ചില്ല. അവന് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റായി കഴിച്ചുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് തുറന്നപ്പോഴത്തേക്കിന് അതിൻ്റെ നല്ല മണമൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളെവിടെ പോയി എന്ത് ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഈ പൊതിച്ചോറിൻ്റെ ഒന്നും ആ രുചിയൊന്നും നമ്മളിനി എവിടെ പോയി ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ നമുക്കത് കിട്ടാൻ പോകുന്നില്ല. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളത്. ആദ്യമേ ഈ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു എനിക്ക് ഒഴിക്കാനുള്ള കറി വേണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്ക്, എങ്ങനെ ഉണ്ടെന്നറിയാമല്ലോ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് കഴിക്കുമ്പം കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ മോനെ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല എന്ന് പറയുന്നതൊക്കെ ഇതൊക്കെയാണ്. അങ്ങനെ അതൊക്കെ കൂട്ടിക്കുഴച്ച് ഞാൻ അടിപൊളിയായിട്ടൊരു പൊതിച്ചോറ് കഴിച്ചു. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.